സുഹൃത്തുക്കളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ന്യൂസ് റിപ്പോർട്ടിംഗ് ആൻഡ് എഡിറ്റിങ്ങിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ രണ്ടാമത്തെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. സെക്ഷൻ എ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ സിമ്പിൾ യൂസ്ഡ് ഇൻ സോഷ്യൽ മീഡിയ ടു ഫൈൻഡ് ടോപ്പിക്സ് ഓഫ് ദ സെയിം സബ്ജക്റ്റ്? സോഷ്യൽ മീഡിയയിൽ ഒരേ വിഷയത്തിലുള്ള ടോപ്പിക്കുകൾ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ചിഹ്നം ഏതാണ്? ആൻസർ: ഹാഷ്ടാഗ്. രണ്ടാമത്തെ ചോദ്യം: വാട്ട് ഈസ് ദ abbreviated term for mobile journalism? മൊബൈൽ ജേർണലിസത്തിൻ്റെ ചുരുക്കപ്പേര് എന്താണ്? ആൻസർ: മോജോ. മൂന്നാമത്തെ ചോദ്യം: വാട്ട് ടൈപ്പ് ഓഫ് റിപ്പോർട്ടിംഗ് ഇൻവോൾവ് സിറ്റിസൺസ് ഷെയറിംഗ് ന്യൂസ് ഓൺ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്? പൗരന്മാർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി വാർത്തകൾ പങ്കുവെക്കുന്ന രീതി അറിയപ്പെടുന്നത് എങ്ങനെയുള്ള റിപ്പോർട്ടിംഗ് ആണ്? ആൻസർ: സിറ്റിസൺ ജേർണലിസം, പൗര മാധ്യമ പ്രവർത്തനം. നാലാമത്തെ ചോദ്യം: വാട്ട് ഈസ് ദ ടേം ഫോർ മെർജിംഗ് ഡിഫറെൻറ്റ് മാസ് മീഡിയ ലൈക്ക് പ്രിന്റ്, ബ്രോഡ്കാസ്റ്റ് ആൻഡ് ഇൻ്റർനെറ്റ്? പ്രിന്റ്, ബ്രോഡ്കാസ്റ്റ്, ഇൻ്റർനെറ്റ് തുടങ്ങിയ വിവിധ മാധ്യമങ്ങളെ ഒന്നിപ്പിക്കുന്ന പ്രക്രിയയുടെ പേര് എന്താണ്? ആൻസർ: മീഡിയ കൺവെർജൻസ്. മീഡിയ കൺവെർജൻസ്, മാധ്യമ സംയോജനം. അഞ്ചാമത്തെ ചോദ്യം: വാട്ട് ആർ ദ ഡിജിറ്റൽ ഓഡിയോ സീരീസ് അവൈലബിൾ ഓൺ ദ ഇൻ്റർനെറ്റ് കോൾസ്? ഇൻ്റർനെറ്റിൽ ലഭ്യമായ ഡിജിറ്റൽ ഓഡിയോ പരമ്പരകൾ എങ്ങനെ അറിയപ്പെടുന്നു? ആൻസർ: പോഡ്കാസ്റ്റുകൾ, പോഡ്കാസ്റ്റ്സ്. അടുത്ത ആറാമത്തെ ചോദ്യം: വാട്ട് ഈസ് ദ നെയിം ഓഫ് ഡിസൈനഡ് ഏരിയ അസൈൻഡ് ടു എ റിപ്പോർട്ടർ ടു ഗ്യാദർ ന്യൂസ് റെഗുലർലി? പതിവായി വാർത്തകൾ ശേഖരിക്കുന്നതിനായി ഒരു റിപ്പോർട്ടർക്ക് നിശ്ചയിച്ച് നൽകിയിട്ടുള്ള പ്രത്യേക പ്രദേശത്തിൻ്റെ പേരെന്താണ്? ആൻസർ: ബീറ്റ്. ഏഴാമത്തെ ചോദ്യം: വാട്ട് ഈസ് ദ അനദർ നെയിം ഓഫ് ദ സിറ്റിസൺ ജേർണലിസം ദാറ്റ് എംഫസൈസ് കൊളാബറേഷൻ? സഹകരണത്തിന് ഊന്നൽ നൽകുന്ന സിറ്റിസൺ ജേർണലിസത്തിൻ്റെ മറ്റൊരു പേര് എന്താണ്? ആൻസർ: കൊളാബറേറ്റീവ് ജേർണലിസം, കൂട്ടായ്മയിലുള്ള മാധ്യമ പ്രവർത്തനം. എട്ടാമത്തെ ചോദ്യം: ഹു കോയിൻസ് ദ ഫേസ് എവരി സിറ്റിസൺ ആസ് എ റിപ്പോർട്ടർ? ഓരോ പൗരനും ഒരു റിപ്പോർട്ടർ എന്ന വാചകം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ആൻസർ: ഡാൻ ഗിൽമോർ ആണ്. ഡാൻ ഗിൽമോർ. അടുത്തത് ഒമ്പതാമത്തെ ചോദ്യം: വാട്ട് ടൈപ്പ് ഓഫ് ജേർണലിസം ഇൻവോൾവ്സ് ഓർഡിനറി സിറ്റിസൺസ് ആക്ടിംഗ് ആസ് റിപ്പോർട്ടേഴ്സ്? സാധാരണക്കാരായ പൗരന്മാർ റിപ്പോർട്ടറായി പ്രവർത്തിക്കുന്ന മാധ്യമ രീതി ഏതാണ്? ആൻസർ: സിറ്റിസൺ ജേർണലിസം. പത്താമത്തെ ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ ടേം ഫോർ ആക്ഷൻ ദാറ്റ് ഡിഫൈ ഓർ അണ്ടർമൈൻ ദ അതോറിറ്റി ഓഫ് ദ ജുഡീഷ്യറി? കോടതിയുടെ അധികാരത്തെ ധിക്കരിക്കുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്ന പ്രവൃത്തികളെ വിളിക്കുന്ന പേരെന്ത്? ആൻസർ: കോടതി അലക്ഷ്യം, കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്സ്. 11ാമത്തെ ചോദ്യം: വിച്ച് റെഗുലേറ്ററി ബോഡി ഓവർസീസ് പ്രിന്റ് ജേർണലിസം സ്റ്റാൻഡേർഡ്സ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ അച്ചടി മാധ്യമങ്ങളുടെ നിലവാരം നിരീക്ഷിക്കുന്ന നിയന്ത്രണ ബോധ്യം ഏതാണ്? ആൻസർ: പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ, PCI. 12ാമത്തെ ക്വസ്റ്റ്യൻ: വാട്ട് ടൈപ്പ് ഓഫ് ലീഡ് ബിഗിൻസ് വിത്ത് എ ക്വയറ്റ്? ഒരു ഉദ്ധരണിയിൽ ആരംഭിക്കുന്ന ലീഡ് ഏതുതരം ലീഡ് ആണ്? ആൻസർ: കൊട്ടേഷൻ ലീഡ്. 13ാമത്തെ ചോദ്യം: വാട്ട് ടൈപ്പ് ഓഫ് എഡിഷണൽ ക്രിറ്റിസൈസസ് പോളിസീസ് ഓർ ഇവൻറ്റ്സ്? നയങ്ങളെയോ സംഭവങ്ങളെയോ വിമർശിക്കുന്ന എഡിറ്റോറിയൽ ഏതുതരം എഡിറ്റോറിയൽ ആണ്? ആൻസർ: വിമർശനാത്മക എഡിറ്റോറിയൽ, എഡിറ്റോറിയൽ ഓഫ് ക്രിറ്റിസിസം, വിമർശനാത്മക എഡിറ്റോറിയൽ. 14ാമത്തെ ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ ഓവറോൾ ഡിസൈൻ ആൻഡ് അറേഞ്ച്മെന്റ് ഓഫ് എലമെന്റ്സ് ഓൺ എ ന്യൂസ്പേപ്പർ പേജ് കോൾഡ്? ഒരു പത്രത്താളിൻ്റെ മൊത്തത്തിലുള്ള രൂപകൽപ്പനയും ഘടകങ്ങളുടെ ക്രമീകരണം എങ്ങനെ അറിയപ്പെടുന്നു? ആൻസർ: പേജ് ലേഔട്ട് അല്ലെങ്കിൽ മേക്കപ്പ്. പേജ് ലേഔട്ട് അല്ലെങ്കിൽ മേക്കപ്പ് എന്ന് അറിയപ്പെടുന്നു. 15ാമത്തെ ക്വസ്റ്റ്യൻ:
വാട്ട് സോഫ്റ്റ്വെയർ ഈസ് കോമൺലി യൂസ്ഡ് ഫോർ ന്യൂസ് പേപ്പർ ലേഔട്ട് ആൻഡ് ഡിസൈൻ? പത്രങ്ങളുടെ ലേഔട്ടിനും ഡിസൈനും സാധാരണയായി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? ആൻസർ അഡോബ് ഇൻ ഡിസൈൻ. Adobe InDesign. Thanks for watching.